അതുകൊണ്ട് സഹോദരങ്ങൾ, ആ ആഗ്രഹം നമുക്ക് ഉണ്ടാകണം. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സംസാരം കേട്ടപ്പോൾ എന്ത് ചോദിക്കാൻ? റബ്ബി അരിനി അൻദുർ ഇലൈക്, എൻ്റെ റബ്ബേ അരിനി, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരും. അൻദുർ ഇലൈക്, ഞാൻ നിന്നെ ഒന്ന് നോക്കട്ടെ. അള്ളാഹുവിൻ്റെ സംസാരം കേട്ടപ്പോൾ മൂസ അലൈഹിസ്സലാമിന് ആഗ്രഹം തോന്നിയെന്നാണ്. റബ്ബി, എൻ്റെ റബ്ബെ അരിനി, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ. അൻദുർ ഇലൈക്, ഞാൻ നിന്നെ നോക്കട്ടെ. സഹാബത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, എന്താണ് ചോദിക്കാൻ? ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ കാണുമോ? റബ്ബിനെ കാണാൻ കഴിയുമോ? സഹാബത്തിൻ്റെ ചോദ്യം നോക്കൂ നിങ്ങൾ, ആഗ്രഹത്തിൻ്റെ ചോദ്യമാണ്. ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ നാളെ പരലോകത്ത് കാണുമോ? അതുകൊണ്ട് ഈ ആഗ്രഹം സഹോദരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. ما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം അഥവാ അവൻ്റെ സംസാരം, ആ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദർസിൽ നമ്മൾ സംസാരിച്ചത്. ഇതിന് തീർത്തും വിരുദ്ധമായ, ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസത്തോട് യോജിക്കാത്ത വാദമാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ല, സംസാരമല്ല, മറിച്ച് അത് കേവലം അള്ളാഹുവിൻ്റെ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ് എന്ന ഒരു വാദം. ഇത് കൊണ്ടുള്ള ഈ വാദത്തിൻ്റെ അപകടങ്ങൾ ആണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന വാദം, അതിനെതിരിൽ എന്തുകൊണ്ട് നമ്മുടെ ഇമാമുകൾ ഇത്ര ശക്തമായ നിലപാട് സ്വീകരിച്ചു? അതിനെ എതിർത്തതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നപ്പോഴും വലിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോഴും അവർ അതെല്ലാം നിസ്സാരമായി കണ്ടത് എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയാണ് ഇത്ര വലിയ ത്യാഗങ്ങൾ അവർ അതിനുവേണ്ടി സഹിച്ചത്? കാരണം അത്രയും ഗൗരവപ്പെട്ട കാര്യമാണ്, ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ചുള്ള വിശ്വാസം. അതിനെതിരായ വാദം, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന വാദം വലിയ അപകടങ്ങളുള്ള വാദമാണ്. അതിൻ്റെ 10 അപകടങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്നവർ അള്ളാഹുവിന് ഉണ്ട് എന്ന് അവൻ സ്ഥിരീകരിച്ചിട്ടുള്ള, അവൻ പറഞ്ഞിട്ടുള്ള ഒരു സിഫത്തിനെ, അള്ളാഹുവിൻ്റെ വിശേഷണത്തെയാണ് നിഷേധിക്കുന്നത്. അള്ളാഹുവിനുണ്ട് എന്നവൻ പറഞ്ഞ വല്ല വിശേഷണത്തെയും ആരെങ്കിലും നിഷേധിച്ചാൽ അത് കുഫറാണ്, അത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇമാം നുഐം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ റഹിമഹുല്ലാഹു തആല, അദ്ദേഹം ഇമാം ബുഖാരിയുടെ ഉസ്താദുമാരിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്: മൻ ശബ്ബഹ അല്ലാഹ ബിഖൽഖിഹി
فقد كفر ومن جحد ما وصف الله به نفسه فقد كفر وليس ما وصف الله به نفسه ولا رسوله تشبيها. الإمام نعيم بن حماد الخزاعي رحمه الله അദ്ദേഹം പറയുകയുണ്ട്, അദ്ദേഹം ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, من شبه الله بخلقه فقد كفر ومن جحد ما وصف الله به نفسه فقد كفر وليس ما وصف الله به نفسه ولا رسوله تشبيها. ശ്രദ്ധിക്കുക ഈ വാക്ക്. നമ്മുടെ ഇമാമുമാരിൽപ്പെട്ട ഇമാം ബുഖാരിയുടെ ഉസ്താദുമാരിൽപ്പെട്ട ഒരു മഹാപണ്ഡിതന്റെ വാക്കാണ്. മൻ ശബ്ബഹ അല്ലാഹ ബിഖൽഖിഹി, ആരെങ്കിലും അള്ളാഹുവിനെ അവൻ്റെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫർ, അവൻ കാഫറായിരിക്കുന്നു, ഇസ്ലാമിൽ പുറത്തു പോയിരിക്കുന്നു. വമൻ ജഹദ മാ വസഫ അല്ലാഹു ബിഹി നഫ്സഹു ഫഖദ് കഫർ, അള്ളാഹു അവനുണ്ടെന്ന് പറഞ്ഞ വല്ല വിശേഷണത്തെയും ആരെങ്കിലും നിഷേധിച്ചാൽ അവനും കാഫറായി പോയിരിക്കുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. വലൈസ മാ വസഫ അല്ലാഹു ബിഹി നഫ്സഹു വലാ റസൂലുഹു തശ്ബീഹൻ, അള്ളാഹുവോ അവൻ്റെ റസൂലോ അള്ളാഹുവിനുണ്ടെന്ന് പറഞ്ഞ ഒരു വിശേഷണത്തിലും എന്തില്ല, അവനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലില്ല. യാ സുബ്ഹാനല്ലാഹ്, എല്ലാ ബിദ്അത്തുകാരുടെയും അടിവേര് മുറിച്ചു കളയുന്ന ശ്രേഷ്ഠമായ വാക്കാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ആളുകൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവർ റബ്ബിൻ്റെ സിഫത്തുകളെ നിഷേധിക്കാൻ പറയുന്ന ന്യായം എന്താണ്? അള്ളാഹു റബ്ബുൽ ആലമീൻ അവനുണ്ടെന്ന് ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ വജ്ഹ് പോലെ അവന് മുഖമുണ്ട്, ഖുർആനിലും സുന്നത്തിലും വന്നതാണ്. അവനൊരു കൈകളുണ്ട്, ഖുർആനിലും സുന്നത്തിലും വന്നതാണ്. അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ചതുപോലെയാണ്, ഒരു പടപ്പിൻ്റെതും പോലെയല്ല. അതതുപോലെ വിശ്വസിക്കൽ നിർബന്ധമാണ്, അതുപോലെ വിശ്വസിക്കൽ നിർബന്ധമാണ്. അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. ഇതാണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം. എന്നാൽ ഈ ശരിയായ പാതയിലുള്ളവരെ പരിഹസിക്കുന്ന ആളുകൾ പറയാറുള്ളത് എന്താണ്? നോക്കൂ, കയ്യു ഉള്ള അള്ളാഹുവിനാണ് അവർ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ ഒരു വിശേഷണം അവനുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പറയണം അത് പടപ്പുകളോട് അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തലാണ് എന്ന്. ഈ ഇമാമിന്റെ വാക്ക് നോക്കൂ നിങ്ങൾ. വലൈസ മാ വസഫ അല്ലാഹു ബിഹി നഫ്സഹു വലാ റസൂലുഹു തശ്ബീഹൻ, അള്ളാഹു അവന്റെ റസൂലോ അള്ളാഹുവിനുണ്ടെന്ന് പറഞ്ഞ ഒരു വിശേഷണത്തിലും എന്തില്ല, അവനെ അള്ളാഹുവിനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലില്ല. അത് ഈ ആളുകൾ അവരുടെ കേടുവന്ന ബുദ്ധി കൊണ്ട്, അവരുടെ കലർപ്പ് വന്ന ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ട് അവർക്ക് തോന്നുകയാണ്. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് അത് കേട്ടപ്പോൾ ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. അവർ ആ സിഫത്തുകളെല്ലാം ആ വിശേഷണങ്ങളെല്ലാം അള്ളാഹുവിന് ഏറ്റവും യോജിച്ച രൂപത്തിലേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുള്ള അവൻ്റെ കലാം, അവൻ്റെ സംസാരം എന്ന സിഫത്തിനെ, വിശേഷണത്തെ അതിലൂടെ അവർ നിഷേധിക്കുകയാണ്. അതാകട്ടെ കുഫ്റാൻ. ഇതാണ് ഒന്നാമത്തെ അപകടം. രണ്ടാമത്തെ അപകടം, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ സംസാരത്തെ നിഷേധിച്ചാൽ അതിലൂടെ നിഷേധിക്കുന്നവൻ അള്ളാഹുവിനെ കേവലം നിർജീവമായ നിശ്ചലമായ വസ്തുക്കളോട് അള്ളാഹുവിനെ അവൻ ഉപമിക്കുകയാണ്. അള്ളാഹുവിന് ഒരു ന്യൂനത അവൻ ആരോപിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം സംസാരിക്കാതിരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ന്യൂനത, അതല്ലാതെ സംസാരിക്കുക എന്നതല്ല ന്യൂനത. സംസാരിക്കാത്ത നിർജീവമായ വസ്തുക്കളോടാണ് അവൻ റബ്ബിനെ അതിലൂടെ ഉപമിക്കുന്നത്. വലഇയാദു ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, ഈ ആളുകൾ അത് നിഷേധിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? യഥാർത്ഥത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പടപ്പുകളല്ലേ സംസാരിക്കുക, പടപ്പുകളുടെ വിശേഷണമല്ലേ അത്. അല്ലാഹു സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അവനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തില്ല എന്നാണ് ഈ ഖൗം പറയുന്നത്. യഥാർത്ഥത്തിൽ ഏത് കുഴിയിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടി ഓടിയോ അതിനേക്കാൾ വലിയ പാതാളത്തിൽ പോയി വീഴുകയാണ്. അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ സംസാരിക്കാത്ത നിർജീവമായ വസ്തുക്കളോട് അള്ളാഹുവിനെ ഉപമിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ അപകടം. മൂന്നാമത്തെ അപകടം, അള്ളാഹു സംസാരിക്കുകയില്ല എന്നൊരുവൻ പറഞ്ഞാൽ അള്ളാഹു ഇലാഹാണ് എന്നതിനാണ് അവൻ നിഷേധിക്കുന്നത്. ഇലാഹാകാൻ അർഹനാണ് അള്ളാഹു എന്ന കാര്യത്തെയാണ് അവൻ അതിലൂടെ അറിഞ്ഞോ അറിയാതെയോ നിഷേധിക്കുന്നത്.
കാരണം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളുടെ ഇലാഹുകളുടെ കഴിവുകേടായി അവരെ ആരാധിക്കാൻ പാടില്ല എന്നതിന് തെളിവായി പറഞ്ഞ ഒരു കാര്യമാണ് എന്ത്? ഒന്നും മിണ്ടൂല എന്ന്. ഇബ്രാഹിം അലൈഹിസ്സലാം വിഗ്രഹങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞത് എന്താണ്? മാലക്കും ലാ തൻതിഖൂൻ, എന്തേ നിങ്ങൾ മിണ്ടാത്തത്, എന്തേ നിങ്ങളൊന്നും പറയാത്തത്? മൂസ അലൈഹിസ്സലാമിന്റെ ഖൗം പശുക്കുട്ടിയെ ഇലാഹായി സ്വീകരിച്ചപ്പോൾ അള്ളാഹു അതേക്കുറിച്ച് പറഞ്ഞത് എന്താണ്? വത്തഖദ ഖൗമു മൂസ മിൻ ബഅദിഹി മിൻ ഹുലിയിഹിം ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ. അവരവരുടെ ആഭരണം കൊണ്ടുണ്ടാക്കിയ പശുക്കുട്ടിയെ അതിലൂടെ കാറ്റ് കടന്നു പോകുമ്പോൾ മുക്രയിടുന്ന ശബ്ദം കേൾക്കുമത്രേ. അതിനവർ ഇലാഹായി സ്വീകരിച്ചു. അലം യറൗ, അവർ കാണുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? അന്നഹു ലാ യുകല്ലിമുഹും, അതവരോടൊന്നും മിണ്ടുന്നില്ല എന്ന്. വലാ യഹ്ദീഹിം സബീല, അവർക്കൊരു വഴിയും കാണിച്ചു കൊടുക്കുന്നില്ല, ഹിദായത്ത് നൽകുന്നില്ല എന്ന്. ഇത്തഖദൂഹു വകാനൂ ളാലിമീൻ, അവരതിനെ ഇലാഹായി സ്വീകരിച്ചു, അവർ അക്രമികളാണ്. അള്ളാഹുവിൻ്റെ ഇലാഹിയത്തിനെ നിഷേധിക്കലാണ്. തീർന്നില്ല. നാലാമത്തെ അപകടം അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ നിഷേധിക്കലാണ്. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ നിഷേധിക്കാൻ. അള്ളാഹുവാണ് റബ്ബ്, അവനാണ് എല്ലാത്തിനെയും പടച്ചത്, അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എന്നതിനെ നിഷേധിക്കേണ്ടി വരും റബ്ബിൻ്റെ സംസാരത്തെ നിഷേധിച്ചാൽ. എന്തുകൊണ്ടാണ്? കാരണം അള്ളാഹു അവൻ്റെ പടപ്പുകളെ പടക്കുക എന്ത് മുഖേനയാണ്? സംസാരം മുഖേനയാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു കാര്യം നാം ഉദ്ദേശിച്ചാൽ നാം അതിനോട് പറയുക മാത്രമാണ്. കുൻ, നീ ഉണ്ടാവുക, അപ്പോൾ അത് ഉണ്ടാകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അല്ല, സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ പറഞ്ഞത് കാണാം, അള്ളാഹു അവൻ്റെ കൈ കൊണ്ട് പടച്ചിരിക്കുന്നു 4 കാര്യങ്ങളെ. അള്ളാഹു അവൻ്റെ കൈ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കരം കൊണ്ട് പടച്ച ചില കാര്യങ്ങളെ സഹാബത്ത് റളിയല്ലാഹു അൻഹും പറഞ്ഞു തന്നത് കാണാം. അള്ളാഹുവിൻ്റെ കലമിനെ കൈകൊണ്ടാണ് പടച്ചിട്ടുള്ളത്. അതുപോലെ അള്ളാഹുവിൻ്റെ അർശ്, അതുപോലെ ജന്നത്തു അദ്ൻ, ആദം അലൈഹിസ്സലാം. ബാക്കിയുള്ളവയോട് അള്ളാഹു എന്തു പറഞ്ഞു? കുൻ, ഉണ്ടാവുക, അപ്പോഴത് ഉണ്ടായി എന്നാണ്. നോക്കൂ നിങ്ങൾ, 5ാമത്തെ അപകടം അള്ളാഹുവിൻ്റെ കലാമിനെ, അവൻ്റെ സംസാരത്തെ നിഷേധിച്ചാൽ അള്ളാഹു മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അവരിലേക്ക് റസൂലുകളെ അള്ളാഹുവിൻ്റെ റിസാലത്തുമായി അവൻ്റെ സന്ദേശവുമായി അയച്ചു എന്നതിനെ അവൻ അതിലൂടെ നിഷേധിക്കുകയാണ്. എന്തുകൊണ്ടാണ് റസൂലുകൾ ആളുകൾക്ക് യഥാർത്ഥത്തിൽ എത്തിച്ചു കൊടുക്കുന്നത് എന്താണ് എത്തിച്ചു കൊടുക്കുന്നത്? അള്ളാഹുവിൻ്റെ സംസാരമാണ്, റബ്ബിൻ്റെ സംസാരമാണ് അവരെത്തിച്ചു കൊടുക്കുന്നത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൻ്റെ റസൂലാണെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കലാം എത്തിച്ചു കൊടുക്കുന്നവരാണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. നോക്കൂ, ഈസ അലൈഹിസ്സലാം നാളെ പരലോകത്ത് അള്ളാഹുവിനോട് പറയുന്നതായി റബ്ബ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി, നീ എന്നോട് കൽപ്പിച്ചതെന്തോ അതല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. നബിമാർ ജനങ്ങളോട് പറഞ്ഞത് അള്ളാഹു അവരോട് പറയാൻ കൽപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ വാക്കാണ് അവരെത്തിച്ചു കൊടുക്കുന്നത്. നോക്കി, ഇമാം അബൂ ദാവൂദും മറ്റും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅരിദു നഫ്സഹു അലൻ നാസി ഫിൽ മൗഖിഫ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൻ്റെ വേളയിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്ന വേളയിൽ, മക്കക്കാർ ഇസ്ലാം സ്വീകരിക്കാതിരുന്ന പ്രയാസകരമായ ഘട്ടങ്ങളിൽ പല ഗോത്രങ്ങൾ പല നാടുകളിൽ നിന്ന് ഹജ്ജിന് വരും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കും. ഇസ്ലാം എത്തിച്ചു കൊടുക്കാൻ ഖുറൈശികൾ തടസ്സമുണ്ടാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗോത്രം എനിക്ക് സംരക്ഷണമേകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അതേക്കുറിച്ച് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ഹജ്ജിൻ്റെ വേളയിൽ മറ്റുള്ള അറബ് ഗോത്രങ്ങൾ കേൾക്കുമാറുള്ള സ്ഥലത്ത് അവർ കേൾക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അലാ റജുലുൻ യഹ്മിലുനി ഇലാ ഖൗമി,
ആരുണ്ട് ഒരാൾ എന്നെ അവൻ്റെ കൂട്ടരിലേക്ക് കൊണ്ടുപോകാൻ, എന്നിട്ട് എനിക്കൊരു സംരക്ഷണം നൽകാൻ? فإن قريشا قد منعوني أن أبلغ كلام ربي. കാരണം ഖുറൈശികൾ എന്നെ അനുവദിക്കുന്നില്ല, അവരെന്നെ തടയുന്നു. എന്തിനു തടയുന്നു? അൻ ഉബല്ലിഗ കലാമ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കലാം ഞാൻ എത്തിച്ചു കൊടുക്കുന്നത് തടയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് എത്തിച്ചു കൊടുത്തത് എന്താണ്? റബ്ബിൻ്റെ കലാമാണ്. അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ നബിമാരെ എത്തിച്ചു കൊടുത്തത്? അള്ളാഹുവിൻ്റെ റസൂലുകൾ ആളുകളെ എന്തിലേക്കാണ് വിളിച്ചത്? ആറാമത്തെ അപകടം, യാ സുബ്ഹാനല്ലാഹ്, ഇതാണ് ഈ അപകടങ്ങളിൽ ഏറ്റവും വലിയ അപകടം. ഏറ്റവും വലിയ അപകടം ഇതാണ്. എന്താണത്? ഖുർആൻ അള്ളാഹുവിൻ്റെ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിലൂടെ വന്നു ചേരുക അള്ളാഹു സൃഷ്ടിയാണ് എന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ കേവല സൃഷ്ടിയാണ് എന്നതാണ്. ഇത് നമ്മുടെ വാക്കല്ല, മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള വാക്കാണ്. അൽ ഇമാം വഖീഅ ബിൻ ജറാഹ് റഹിമഹുല്ലാഹ് മുൻഗാമികളിൽപ്പെട്ട മഹാനായ ഇമാമാണ്, മുഹദ്ദിസുകളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം, മൻ സഅമ അന്നൽ ഖുർആന മഖ്ലൂഖുൻ ഫഖദ് സഅമ അന്ന ശൈഅൻ മിനല്ലാഹി മഖ്ലൂഖ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഖുർആൻ സൃഷ്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ഉള്ളത്, അള്ളാഹുവിൽ നിന്നുള്ളത് സൃഷ്ടിയാണെന്നാണ് അവൻ പറയുന്നത്. അഥവാ അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് സൃഷ്ടിയാണെന്നാണ് അവൻ പറയുന്നത്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, കലാമുല്ലാഹി ഹുവ മിൻഹു വലൈസ മിനല്ലാഹി ശൈഉൻ മഖ്ലൂഖ്. അള്ളാഹുവിൻ്റെ സംസാരം അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിൻ്റെ യാതൊന്നും എന്തല്ല, സൃഷ്ടിയല്ല. അള്ളാഹുവിൻ്റെ യാതൊന്നും സൃഷ്ടിയല്ല. നോക്കൂ, റബ്ബ് സൃഷ്ടിയാണ് എന്നതിലേക്ക് ഇത് നയിക്കും. മുഅ്തസിലത്തിൻ്റെ അവരുടെ പിഴച്ച വാദങ്ങളിൽ നോക്കൂ, ഈ പിഴച്ച കക്ഷികൾ എപ്പോഴും പരസ്പര വൈരുദ്ധ്യം പറയുന്ന ആളുകളാണ്, തീർത്തും വൈരുദ്ധ്യം പറയുന്ന ആളുകളാണ്. മുഅ്തസിലത്ത് എത്തിപ്പെട്ട അവരുടെ പിഴച്ച ഒരു സ്ഥിതി നിങ്ങൾ ആലോചിച്ച് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. എന്താണത്? കാരണം മുഅ്തസിലത്ത് യഥാർത്ഥത്തിൽ ഖദർ നിഷേധിക്കുന്നവരാണ്, ഖദരികളാണ്. അവരുടെ വാദപ്രകാരം മനുഷ്യൻ്റെ പ്രവർത്തികൾ, നമ്മുടെ ചെയ്തികൾ, അതിനെ പടക്കുന്നത് ആരാണ്? അവരുടെ വാദപ്രകാരം അള്ളാഹുവിൻ്റെ ഖദറിനൊരുത്തൻ നിഷേധിച്ച് അവരെന്ത് പറയേണ്ടി വരും? അവൻ്റെ പ്രവൃത്തിയുടെ സ്രഷ്ടാവ് ആരാണെന്ന് പറയേണ്ടി വരും. അവളൊന്ന് ചിന്തിച്ചു നോക്കുക, ആരാണെന്ന് പറയേണ്ടി വരും? അള്ളാഹു നിശ്ചയിച്ചതല്ല, അവൻ്റെ ഖദറിനെ നിഷേധിക്കുകയാണ്. ആ വാദപ്രകാരം, അവരുടെ വാദപ്രകാരം മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ സ്രഷ്ടാവ് ആരാണ്? മനുഷ്യൻ തന്നെ, അവൻ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരുടെ വാദപ്രകാരം അവരുടെ വാക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിൻ്റെ വാക്ക് സൃഷ്ടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്തിപ്പെട്ട വൈരുദ്ധ്യം ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. അവനവൻ്റെ വാക്ക് അത് മഖ്ലൂഖല്ല, അള്ളാഹു മഖ്ലൂഖല്ല. പിന്നെ അള്ളാഹുവിൻ്റെ കലാം അത് മഖ്ലൂഖാണ് എന്നവർ പറയുന്നു. നോക്കൂ നിങ്ങൾ. അതുപോലെ ഈ വാദത്തിൻ്റെ ഏഴാമത്തെ അപകടം എന്ന് പറയുന്നത് ഖുർആനിനെ അതിനതിൻ്റെ സ്ഥാനം കൊടുക്കാതിരിക്കുക, ഖുർആനിനെ ആദരിക്കാതിരിക്കുക എന്നതിലേക്കാണ് ഈ വാദം എത്തിക്കുക. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ല എങ്കിൽ, കേവലം ഒരു സൃഷ്ടി മാത്രമാണ് എങ്കിൽ, മറ്റുള്ള പുസ്തകവും ഖുർആനും തമ്മിൽ, ഖുർആൻ എഴുതിയ മുസ്ഹഫും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണല്ലോ? പിന്നെന്താണ് അതിന്? എന്ത് മഹാത്മ്യമാണ് പിന്നെ ഖുർആനിലുള്ളത്? എന്ത് മഹത്വമാണ് ഖുർആനുള്ളത്? അതുകൊണ്ട് തന്നെ അവരിൽ ചിലർ എത്തിപ്പെട്ട അപകടകരമായ ഒരു വാദമുണ്ട്. എന്താണത്? ഖുർആനിൽ അള്ളാഹു വെല്ലുവിളിച്ച വെല്ലുവിളിയാണ്. ഈ ഖുർആൻ പോലൊന്നും കൊണ്ടുവരാൻ സാധ്യമല്ല. പോട്ടെ, ഇതിലെ 10 സൂറത്തുകൾ പോലുള്ളത് കൊണ്ടുവരാൻ സാധ്യമല്ല, ഒരു സൂറത്ത് പോലുള്ളത് കൊണ്ടുവരാൻ സാധ്യമല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? അത് അള്ളാഹുവിൻ്റെ കലാമാണ്, റബ്ബിൻ്റെ സംസാരമാണ്. റബ്ബിൻ്റെ സംസാരം പോലെയുള്ള ഒരു സംസാരം ഏതു പടപ്പിന് സംസാരിക്കാൻ സാധിക്കും? ആർക്ക് കൊണ്ടുവരാൻ സാധിക്കും? അള്ളാഹു അത് വെല്ലുവിളിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ കലാമാണ്. എന്നാൽ ഇവരിൽ ചിലർക്ക് ഒരു വാദമുണ്ട്. ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് എത്തിപ്പെട്ട ഒരു വാദമുണ്ട്. എന്താണത്? അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ആ വെല്ലുവിളി
ഏറ്റെടുക്കാൻ ആർക്കും സാധിക്കാതിരുന്നത് ഖുർആൻ പോലൊന്ന് ആർക്കെങ്കിലും കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ടല്ല, കാരണം അത് വെറും സൃഷ്ടിയാണ്. പിന്നെന്താ ഒരാൾക്ക് അതുപോലുള്ളത് കൊണ്ടുവന്നാൽ? അതുകൊണ്ടൊന്നുമല്ല, മറിച്ച് അങ്ങനെ കൊണ്ടുവരാൻ ആർക്കും സാധിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവരുടെ മനസ്സ് തിരിച്ചുവിട്ടതുണ്ട്. അതിനൊരാൾക്കും അള്ളാഹു തോന്നൽ കൊടുക്കുകയില്ല എന്ന വാദത്തിലേക്ക് ഈ ഖൗമ് എത്തിപ്പെട്ടിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് ഏതോ നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ കാലത്തും ഈ വാദം പ്രചരിപ്പിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി പ്രസംഗിക്കുന്നവർ, അതിനുവേണ്ടി സംസാരിക്കുന്നവർ ഇക്കാലത്തുമുണ്ട്. 8ാമത്തെ അപകടം, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഖുർആനിലെ വിധികൾ, ഖുർആനിലെ നിയമങ്ങൾ, അതിനെന്ത് പ്രസക്തി? ബാക്കിയുള്ള സൃഷ്ടികൾ പോലെ ആണ് അത് എങ്കിൽ അപ്പോൾ ഖുർആന്റെ വിധിവിലക്കുകൾ തള്ളിക്കളയുന്നതിലേക്ക് അത് നയിക്കും. ഖുർആൻ കൊണ്ട് വിധിക്കുക, ആ കാര്യം ഉപേക്ഷിക്കുന്നതിലേക്ക് അത് നയിക്കും. പിന്നെ എന്തിനാണ് ഖുർആൻ കൊണ്ട് വിധിക്കുന്നത്? മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങൾ പോലെ അതിലേക്ക് നയിക്കും. 9ാമത്തെ അപകടം, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നത് ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി വന്ന തെളിവുകളെ തള്ളിക്കളയലാണ്. കാരണം ഖുർആനിൽ അള്ളാഹു അതിനെ വിശേഷിപ്പിച്ചത് കലാമുല്ലാഹ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ വിശേഷിപ്പിച്ചത് അള്ളാഹുവിൻ്റെ കലാം എന്നാണ്. ഈ ആയത്തുകളെ, ഹദീസുകളെ തള്ളലാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന വാദം. 10ാമത്തെ കാര്യം, അവസാനത്തേത്, ഈ വാദം പറയുന്നതിലൂടെ നമ്മുടെ മുൻഗാമികൾ അസ്സലഫുസ് സാലിഹ് അവരെ ഒന്നടങ്കം ദലാലത്തിലാണ്, വഴികേടിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം അവരെല്ലാം എന്തു പറഞ്ഞവരാണ്? ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ് എന്ന് പറഞ്ഞവരാണ്. ഈ വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ സംസാരിച്ച അള്ളാഹുവിൻ്റെ കലാം എന്ന മസ്അലയുമായി ബന്ധപ്പെട്ട് ബാക്കി പറയാനുണ്ടായിരുന്നത്. അത് ആണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇനി ഈ കവിതയിലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഹായിയയിലെ അടുത്ത 4 വരികൾ ശ്രദ്ധിക്കുക. വഖൂൽ യതജല്ലല്ലാഹു ലിൽ ഖൽഖി ജഹറതൻ കമൽ ബദ്റു ലാ യഖ്ഫാ വറബ്ബുക ഔദഹു വലൈസ ബിമൗലൂദിൻ വലൈസ ബിവാലിദിൻ വലൈസ ലഹു ശിബ്ഹുൻ തആലൽ മുസബ്ബഹു وقد ينكر الجهمي هذا وعندنا بمصداق ما قلنا حديث مصرح رواه جرير عن مقال محمد صلى الله عليه وسلم فقل مثل ما قد قال في ذاك تنجح فقل مثل ما قد قال في ذاك تنجح. ഈ 4 വരികളിൽ പറയുന്ന സുപ്രധാനമായ ഒരു വിഷയം, നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണുക, മുഅ്മിനുകൾ അവനെ കാണുക എന്ന മസ്അലയാണ്. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട മസ്അല. നോക്കൂ, ഈ വരികളുടെ അർത്ഥം എന്താണ്? വഖുൽ, നീ പറയുക, യതജല്ലല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രത്യക്ഷപ്പെടുന്നതാണ്, ലിൽ ഖൽഖി ജഹറതൻ, അവൻ്റെ പടപ്പുകൾക്ക് ജഹറതൻ, അവനെ തെളിഞ്ഞ് കാണാവുന്ന രൂപത്തിൽ, കമൽ ബദ്റു, ഏതുപോലെ ചന്ദ്രൻ എങ്ങനെയാണോ ലാ യഖ്ഫ, അതിനെ കാണാൻ ആളുകൾക്കൊരു പ്രയാസവും ഇല്ലാത്തത്, അതുപോലെ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ കാണാൻ പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ പ്രയാസമുണ്ടാവുകയില്ല എന്നതുപോലെ റബ്ബിനെ കാണാനും പ്രയാസമുണ്ടാവുകയില്ല. കാഴ്ചയോട് ഉപമിക്കുകയാണ്. കാണുന്നതിനെ കാണുന്ന റബ്ബിനോട് ഉപമിക്കുകയല്ല. മനസ്സിലായില്ലേ? വറബ്ബുക ഔദഹു, അല്ല, നിന്റെ റബ്ബിനെ ഏറ്റവും വ്യക്തമായി കാണാം. വലൈസ ബിമൗലൂദിൻ വലൈസ ബിവാലിദിൻ, വലൈസ ബിമൗലൂദ്, അള്ളാഹു ആരുടെയും സന്താനമായി ജനിച്ചവനല്ല. വലൈസ ബിവാലിദ്, അവൻ ആരെങ്കിലും ജനിപ്പിച്ച പിതാവുമല്ല. വലൈസ ലഹു ശിബ്ഹുൻ, അവനെ പോലെ യാതൊന്നുമില്ല. തആലൽ മുസബ്ബഹു, ആളുകൾ തസ്ബീഹ് ചെയ്യുന്ന, പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്ന റബ്ബ് എത്രയോ ഉന്നതനാണ്. വഖദ് യുൻകിറുൽ ജഹ്മിയു ഹാദാ, ജഹ്മി ഇതിനെയും നിഷേധിച്ചേക്കും. ജഹ്മ് ബിൻ സഫ്വാൻ എന്നവൻ്റെ അനുയായികളായ പിഴച്ച വിഭാഗങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്നാൽ വഇൻദന, നമ്മുടെ പക്കൽ തെളിവായുണ്ട്, ബിമിസ്ദാഖി മാ ഖുൽന, നാം പറഞ്ഞത് സത്യമാണ് എന്നതിന് തെളിവായുണ്ട്. ഹദീസുൻ മുസർരിഹു, വ്യക്തമായൊരു ഹദീസ്. ആരാണത് ഉദ്ധരിച്ചത്? റവാഹു ജരീർ ബിൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് ഉദ്ധരിച്ചത്. അമ്മ ഖാലി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി. ഫഖുൽ മിസ്ല മാ ഖദ് ഖാല ഫീ ദാക തൻജഹ്, ഫഖുൽ, നീ പറയുക, മിസ്ല മാ ഖദ് ഖാൽ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നീയും പറഞ്ഞുകൊള്ളുക, ഫീദാക ആ വിഷയത്തിൽ തൻജഹു എങ്കിൽ നിനക്ക് വിജയിക്കാം. നമുക്ക് ഈ 4 വരികളിൽ അള്ളാഹുവിൻ്റെ അവനെ കാണുക എന്ന മസ്അല അല്ലാതെയുള്ള ഒരു വരി അത് നമ്മൾ ആദ്യം പറയാം. അതെന്താണ്? വലൈസ ബി മൗലൂദിൻ വലൈസ ബി വാലിദ് വലൈസ ലഹു ശിബ്ഹുൻ തആലൽ മുസബ്ബഹു. അള്ളാഹു അവൻ ആരുടെയും സന്താനമായി ജനിച്ചവനല്ല, അതുപോലെ അവൻ ഏതെങ്കിലും സന്താനത്തെ ജനിപ്പിച്ച പിതാവുമല്ല. ഇത് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. ഈ 2 കാര്യവും വന്നത് ഏത് സൂറത്തിലാണ്? ഏത് സൂറത്തിലാണ്? രണ്ട് കാര്യം വന്നത് ഒരേ ഒരു സൂറത്തിലാണ്, സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ലം യലിദ്, അവനൊരു സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ആരുടെയെങ്കിലും സന്താനമായി ജനിച്ചവനുമല്ല. അവനൊരു സന്താനത്തെ ജനിപ്പിച്ച പിതാവല്ല. അവൻ ആരുടെയെങ്കിലും സന്താനമായി ജനിച്ചവനുമല്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരാളുടെയും സന്തതിയായി ജനിച്ചുള്ളവനല്ല, അവൻ മുമ്പേ ഉള്ളവനാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആരുടെയെങ്കിലും സന്താനമല്ല എന്ന് ഖുർആനിൽ ഒരേ ഒരു സ്ഥലത്തേ ഉള്ളൂ, അത് ഈ സൂറത്തിൽ മാത്രമാണ്. എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ സന്താനത്തെ ജനിപ്പിച്ച പിതാവല്ല എന്നത് ഖുർആനിൽ പലയിടങ്ങളിലുണ്ട്, പലയിടങ്ങളിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? വല്ലാഹു അലം. കാരണം അല്ലാഹു ആരുടെയെങ്കിലും സന്താനമായി ജനിച്ചവനാണ് എന്ന് പറഞ്ഞ പിഴച്ച കക്ഷികളെ നമുക്ക് കാണാൻ കഴിയില്ല. മുശ്രിക്കുകളെയോ കാഫിറുകളെയോ പൊതുവെ നമുക്ക് കാണാൻ കഴിയില്ല. അതേസമയം അല്ലാഹു ചില പടപ്പുകളെ അവരുടെ പിതാവാണ്, ചില പടപ്പുകൾ അള്ളാഹുവിൻ്റെ മക്കളാണ് എന്ന കൊടിയ കുഫറിൻ്റെ കൂട്ടത്തിൽ വളരെ ഗൗരവപ്പെട്ട കുഫറിൻ്റെ ആ വാചകം പറഞ്ഞ പല കക്ഷികളും ലോകത്തുണ്ട്. അവരിൽ പ്രമുഖന്മാർ നസ്രാനികളാണ്. അവർ പറഞ്ഞു ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സന്താനമാണ്. യഹൂദികൾ പറഞ്ഞു ഉസൈർ അള്ളാഹുവിൻ്റെ സന്താനമാണ് എന്ന്. പഴയകാലത്തെ മുശ്രിക്കുകൾ പറഞ്ഞു മലായിക്കത്ത് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന്. ഇങ്ങനെ പല വാക്കുകൾ റബ്ബിനെ കുറിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ വാക്കിനെ കുറിച്ച്, ഗൗരവകരമായ ആ വാക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെയുള്ള വാചകങ്ങൾ വേറെ കുഫറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا إن كل من في السماوات والأرض إلا آتي الرحمن عبدا. അള്ളാഹുവിന് സന്താനമുണ്ട് എന്നവർ പറഞ്ഞു. കഠോരമായ ഗുരുതരമായ ഒരു വാക്കാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആകാശങ്ങൾ അതിൻ്റെ പേരിൽ പൊട്ടിപ്പിളരുമാറാകുന്നു, ഭൂമി വിണ്ടുകീറുമാറാകുന്നു, പർവ്വതങ്ങൾ തകർന്നു പോകുമാറാകുന്നു. അൻദഅഉ ലിർറഹ്മാനി വലദ, അള്ളാഹുവിനൊരു സന്താനമുണ്ടെന്നവർ പറഞ്ഞത് കാരണത്താൽ. ഇത്ര ഗൗരവത്തിൽ അള്ളാഹു പറഞ്ഞതാണ്. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് അവരെ താക്കീത് ചെയ്യാനാണെന്ന് ഖുർആനിലുണ്ട്. ലിയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, സൂറത്തുൽ കഹ്ഫിൽ നിങ്ങൾ ഓതിയിട്ടില്ലേ? നോക്കൂ നിങ്ങൾ, അള്ളാഹു ഒരു പിതാവിൻ്റെയും സന്താനമായി ജനിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ തെളിവുണ്ട്. എന്ത്? അവൻ ആരുടെയും പിതാവായിട്ടില്ല എന്ന്. കാരണം ആരുടെയും സന്താനമല്ലാത്തവൻ ആരുടെയും എന്താവുകയില്ല? പിതാവുകയില്ല. ആരുടെയും സന്താനമായി ജനിച്ചിട്ടില്ലാത്തവൻ ഒരാളുടെയും പിതാവുമാവുകയില്ല. മകൻ പിതാവിനെ പോലെ ആയിരിക്കും, പിതാവിനൊരാശ്രയമായിരിക്കും, പിതാവിൻ്റെ ജിൻസിൽപ്പെട്ടവനായിരിക്കും. അതുപോലെ പിതാവിന് സന്താനം ജനിക്കുക ഇണയിലൂടെയാണ്. ആരാണ് ഒരാളുടെ ഇണയായി ഉണ്ടാവുക? അവൻ്റെ അതേ ജിൻസിൽപ്പെട്ടയാളാണ്. ഒരു മനുഷ്യൻ വിവാഹം ചെയ്യുക മനുഷ്യ സ്ത്രീയെയാണ്, അല്ലാതെ ഒരു മൃഗത്തെ അല്ല. അള്ളാഹു റബ്ബുൽ ആലമീനെ കുറിച്ച് ഇതൊന്നും ഒരിക്കലും പറയുക സാധ്യമല്ല. അള്ളാഹുവിനെ പോലെ ആരുണ്ടാകാനാണ്? അവൻ ആരുടെ ആശ്രയമാണ് ആവശ്യമുള്ളത്? അവന് ആരുടെ ആശ്രയമാണ് ആവശ്യമുള്ളത്? അവനൊരു കൂട്ടുകാരി ഉണ്ടോ? ഇല്ല. വലം യകുൽ ലഹു സാഹിബ, അവനൊരു കൂട്ടുകാരിയില്ല, ഇണയില്ല. വഖലഖ കുല്ല ശൈ, അവൻ സകലതും സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹുവിനെ കുറിച്ച് ഈ ഗുരുതരമായ ആരോപണം പറയുന്നവർ, അവരിൽ ചില പുരോഹിതന്മാരുണ്ട്, വിവാഹം കഴിക്കാത്ത ആളുകൾ.
അങ്ങനെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ആളോട് പോയിട്ട് ഒരാൾ എങ്ങനെയുണ്ട്, ഭാര്യക്കും മക്കൾക്കൊക്കെ സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അവർക്കത് ഇഷ്ടപ്പെടുകയില്ല. ആരോടാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ അച്ഛൻ അപമാനിക്കുകയാണോ എന്ന് ചോദിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേ ആളുകൾക്ക്, അതേ നാവുകൾ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഈ ഗുരുതരമായ ആരോപണം പറയാൻ യാതൊരു മടിയുമില്ല. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. അള്ളാഹുവിനൊരു ഗാംഭീര്യവും നിങ്ങൾ കാണുന്നില്ലേ എന്ന് റബ്ബ് ചോദിച്ചതുപോലുള്ള ചോദ്യം അവരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവനൊരു ആരുടെയും സന്താനമായി ജനിച്ചവനല്ല. അവനൊരു സന്താനത്തെ ജനിപ്പിച്ച പിതാവല്ല. അവനെപ്പോലെ യാതൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ്റെ സിഫത്തുകളെല്ലാം, അവൻ്റെ വിശേഷണങ്ങളെല്ലാം സമ്പൂർണ്ണമാണ്. അവൻ്റെ കഴിവുകളെല്ലാം സമ്പൂർണ്ണമാണ്. അവൻ്റെ ശക്തി സമ്പൂർണ്ണമാണ്. അവനെപ്പോലെ ഒരാളുമില്ല. അവൻ എത്രയോ ഉന്നതനാണ്. ഇനി നോക്കൂ, ഈ കവിതയിൽ നമുക്ക് വിശദീകരിക്കാനുള്ള സുപ്രധാനമായ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക, റുഅ്യത്തുല്ലാഹ് എന്ന വിഷയമാണ്. യാ സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രഖ്യാപിച്ച നമ്മൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത്, അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത്, അവനു വേണ്ടി നോമ്പെടുക്കുന്നത്, പകൽ മുഴുവൻ പട്ടിണി കിടക്കുന്നത്, രാത്രിയിൽ ആരും കാണാത്തപ്പോൾ സുജൂദുകൾ നീ ചെയ്യുന്നത്, ഒരാളും കാണുകയില്ല എങ്കിലും നീ പാവങ്ങൾക്ക് നിന്റെ കയ്യിലുള്ള സദഖ അത് ദാനം ചെയ്യുന്നത്, ദിക്റുകൾ ചൊല്ലുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിനെ കാണുക എന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണുകയാണ്. അതിനോളം വലിയൊരു ലക്ഷ്യമില്ല, അതിനോളം വലിയ ഒരു അനുഗ്രഹം ഇല്ല. സഹോദരൻ, നീ ചിന്തിച്ചു നോക്ക്. നീ ഈ കാലം അത്രയും ഇബാദത്ത് ചെയ്ത, നീ ആരെ വിളിച്ചു തേടിയോ, ആരോട് നിന്റെ പ്രയാസങ്ങൾ പറഞ്ഞു, ആരെ ദിക്ർ ചെയ്തു, ആർക്ക് മുന്നിൽ നീ നിന്റെ ശരീരത്തിലെ ഏറ്റവും ഷറഫുള്ള, ഏറ്റവും നല്ല അവയവം അത് നിലത്തുകുത്തിയോ, ആരിലേക്ക് നീ കരങ്ങൾ ഉയർത്തിയോ, ആരോട് നിന്റെ ആവലാദികൾ പറഞ്ഞുവോ, ആർക്കു വേണ്ടി നീ സുജൂദുകളും റുക്കൂകളും ചെയ്തു, ആ റബ്ബിനെ കാണുന്ന ഒരു രംഗം നീ കാണാതെ ഇബാദത്ത് ചെയ്ത, കാണാതെ നീ ഇബാദത്ത് ചെയ്ത് ആരാധിച്ച ആ റബ്ബിനെ നീ നേരിട്ട് കാണുന്ന രംഗം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തായിരിക്കും? എന്തായിരിക്കും? അതാണ് എല്ലാം. റബ്ബാണ് നമുക്കെല്ലാം. അതുകൊണ്ട് അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാം. എല്ലാ സിഫത്തുകളും സമ്പൂർണമായിട്ടുള്ളവൻ, എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് നൽകിയവൻ, നിന്റെ പാപങ്ങൾ പുറത്തു തരുന്നവൻ, നിന്നെ പടച്ചവൻ, നിന്റെ വാക്കുകൾ കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, ഏറ്റവും മഹത്വമുള്ളവൻ, ഏറ്റവും ഭംഗിയുള്ളവൻ. അവൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് ഒരു ഭംഗിയും അവൻ്റെ ഭംഗിയോളം വരികയില്ല. എല്ലാ ഭംഗിയും നൽകിയവൻ അവനാണ്. ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഏറ്റവും ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള കാര്യങ്ങൾ, ഈ ലോകത്തെ പൂക്കളും മരങ്ങളും പുഴകളും പഴങ്ങളും ഭംഗിയുള്ള മനുഷ്യരുമെല്ലാം, ഈ ഭംഗിയെല്ലാം അള്ളാഹു നൽകിയതാണ്. അവൻ്റെ ഭംഗി എന്തായിരിക്കും? അതോടൊപ്പം അവൻ്റെ വിശേഷങ്ങളും ഏറ്റവും ഭംഗിയുള്ളതാണ്. അവൻ്റെ പേരുകൾ ഭംഗിയുള്ളതാണ്, അവൻ്റെ വിശേഷണങ്ങൾ ഭംഗിയുള്ള, അവൻ്റെ ദീൻ ഭംഗിയുള്ളതാണ്. ദുനിയാവിൽ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് അന്താളിച്ച് നിന്ന് പോകാറില്ലേ നമ്മൾ? അല്ലേ? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ആ സ്ത്രീകൾ പണ്ട് യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ പരിസരം മറന്ന് അവരുടെ കൈകൾ മുറിച്ചു. അവരുടെ കൈകൾ മുറിച്ചു. ഒരു പടപ്പിന്റെ ഭംഗിയാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിൽ ആ റബ്ബിനെ കാണുന്ന ആ രംഗം, അന്ന് നീ റബ്ബിനെ കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി? ദുനിയാവിൽ പടപ്പുകളിൽ ഭംഗിയുള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോൾ മനുഷ്യർ അവരുടെ കൈ മുറിച്ചു പോയി എങ്കിൽ റബ്ബിനെ നീ കാണുന്ന രംഗം അത് എന്തായിരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുഹൈബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ ഖാല യഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു അവരോട് ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് ഈ ലഭിച്ചതിൽ അധികം വല്ലതും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
ഫയഖൂലൂൻ, അവർ പറയും, അലം തുബയ്യിദ് വുജൂഹന അലം തുദ്ഖിൽന അൽ ജന്ന വതുനജ്ജിന മിനൻ നാർ. റബ്ബേ, നീ ഞങ്ങളുടെ മുഖങ്ങൾ പ്രസന്നമാക്കി തന്നില്ലേ, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു തന്നില്ലേ, വതുനജ്ജിന മിനൻ നാർ, നീ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചില്ലേ, ഈ ഞങ്ങൾക്ക് എന്തു വേണം? ഫയക്ഷിഫുൽ ഹിജാബ്, അള്ളാഹു അവൻ്റെ മുഖത്തിന് മുന്നിൽ മറ നീക്കുകയാണ്. فما أعطوا شيئا أحب إليهم من النظر إلى ربهم عز وجل. അവരവരുടെ റബ്ബിനെ നോക്കിക്കാണുക എന്നതിനോളം അവർക്കിഷ്ടമുള്ള മറ്റൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിലെ ഈ സുഖങ്ങൾ മുഴുവൻ അനുഭവിക്കുന്ന, യൗവനം നശിക്കാത്ത, വസ്ത്രങ്ങൾ തുരുമ്പിപ്പോകാത്ത, ചോദിക്കുന്നതെല്ലാം ലഭിക്കുന്ന, എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന, കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളുള്ള, മനസ്സിന് കുളിർമ നൽകുന്നത് മാത്രം കാണാനും കേൾക്കാനും കഴിയുന്ന സ്വർഗത്തിൽ അവിടെ അവസാനം പ്രവേശിക്കുന്നവൻ പോലും ഈ ദുനിയാവ് മുഴുവൻ അടക്കി ഭരിച്ചൊരു രാജാവിനേക്കാൾ സുഖങ്ങൾ അനുഭവിക്കുന്നവനാണ്. അതിൽ നേരത്തെ കയറിയവരുടെ സ്ഥിതി എന്തായിരിക്കും? അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്ത്? റബ്ബിനെ കണ്ടാൽ അതിനോളം അവർക്കിഷ്ടമുള്ള വേറൊരു കാര്യം ഉണ്ടായിരിക്കുകയില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനു വേണ്ടിയാണ് നമ്മുടെ മുൻഗാമികൾ ജീവിച്ചത്. അവർ ജീവിച്ചത് അതിനാണ്, അവർ പാടുപെട്ടത് അതിനാണ്, അവർ ഈ കഷ്ടപ്പാടുകൾ സഹിച്ചത് അതിനാണ്, അവരവരുടെ നഫ്സിനെ പിടിച്ചു വെച്ചത് അതിനാണ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശീ യുരീദൂന വജ്ഹ. നീ നിന്റെ നഫ്സിനെ പിടിച്ചു വെക്കുക. മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശീ, രാവിലെയും വൈകുന്നേരവും തങ്ങളുടെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നീ നിന്റെ നഫ്സിനെ പിടിച്ചു വെക്കുക, സബ്ർ ചെയ്യുക, ക്ഷമിക്കുക. യുരീദൂന വജ്ഹ, അള്ളാഹുവിൻ്റെ വജ്ഹാണ് അവർ പ്രതീക്ഷിക്കുന്നത്. റബ്ബിനെ കാണാൻ വേണ്ടിയാണ് അവർ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചത്. അള്ളാഹുവിന് വേണ്ടി, റബ്ബിനെ കാണാൻ വേണ്ടിയാണ്. അഹദ് അഹദ് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ആ മണലാരണ്യത്തിൽ ചുട്ടുപഴുത്ത കല്ലുകൾ നെഞ്ചിന് പുറത്ത് കയറ്റി വെച്ചപ്പോൾ അവിടെയുള്ള വികൃതികളായ കുട്ടികളെ കൊണ്ട് ബിലാൽ റളിയല്ലാഹുവിനെ കുട്ടികളിങ്ങനെ പരിഹസിച്ച് ഒരു കളിപ്പാട്ടം എന്നതുപോലെ, ഒരു കോമാളി എന്നതുപോലെ അവർ മഹാനായ ആ സഹാബിയെ പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്നു. സഹാബത്ത് പറഞ്ഞത് കാണാം, ബിലാലിനെ അവർക്കൊരു വിലയുമില്ലാത്ത രൂപത്തിൽ ബിലാലിനോട് അവർ പെരുമാറി. ബിലാലിനും തൻ്റെ നഫ്സിനും ഒരു വിലയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി ഞാൻ എന്ത് സഹിച്ചാലും നഫ്സിൻ്റെ കാര്യം ബിലാലിന് തുച്ഛമായി. എന്തിനു വേണ്ടിയാണ് അതൊക്കെ? അള്ളാഹുവിനെ കാണാൻ വേണ്ടിയാണ്. അഹദ് അഹദ്, ആ റബ്ബിനെ കാണാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവർ ആ പ്രയാസങ്ങളെല്ലാം സഹിച്ചത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം നുനിയയിൽ പറഞ്ഞതുപോലെ, വല്ലാഹി മാ ഫീ ഹാദിഹി ദുനിയ അലദ്ദു മിൻ ഇഷ്തിയാഖിൽ അബ്ദി ലിർറഹ്മാനി വകദാലിക റുഅയതു വജ്ഹിഹി സുബ്ഹാനഹു ഹിയ അക്മലുൽ ലദ്ദാതി ലിൽഇൻസാനി. അല്ലാഹുവാണ് ഈ ലോകത്ത്, ഈ ദുനിയാവിൽ റഹ്മാനായ റബ്ബിനെ അവൻ്റെ അടിമ കാണാൻ ആഗ്രഹിച്ച് ജീവിക്കുക എന്നതിനോളം മധുരമുള്ള ഒരു കാര്യവുമില്ല. അതുപോലെ പരലോകത്ത് മനുഷ്യൻ തൻ്റെ റബ്ബിനെ കാണുക എന്നതാണ് എല്ലാ സുഖങ്ങളുടെയും പൂർത്തീകരണം. ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം എന്താണ്? ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ച് നീ ജീവിക്കലാണ്. ഷൗഖ്, റബ്ബിനെ കാണാനുള്ള അടങ്ങാത്ത കൊതി. പരലോകത്തെ ഏറ്റവും വലിയ സുഖം എന്താണ്? ആ റബ്ബിനെ കാണൽ. ഇത് രണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. اللهم إني أسألك لذة النظر إلى وجهك والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة. الله ഞാൻ നിന്നോട് ചോദിക്കുന്നു, لذة النظر إلى وجهك, നിന്റെ മുഖം നോക്കിയുള്ള ആ ആസ്വാദനം, ആ സുഖം, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. والشوق إلى لقائك, നിന്നെ കാണാനുള്ള ആഗ്രഹം, നിന്നെ കാണാനുള്ള കൊതി, അത് നീ എനിക്ക് നൽകണേ, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. في غير ضراء مضرة ولا فتنة مضلة. ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസം ബാധിച്ചിട്ടൊന്നും മരിച്ചാൽ മതി എന്ന ആഗ്രഹമല്ല, പിഴപ്പിച്ച് കളയുന്ന വല്ല ഫിത്നയും കാരണത്താലല്ല, മറിച്ച് അതല്ലാതെ തന്നെ നിന്നെ കാണാനുള്ള ആഗ്രഹം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ആഗ്രഹം വച്ച ആളുകളോട് അള്ളാഹു പറഞ്ഞത് വരും, ആ സമയം വരുമെന്നാണ്. ആ സമയം വരും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അടങ്ങാത്ത കൊതി മനസ്സിൽ റബ്ബിനെ കാണാൻ വെച്ചവരെ അള്ളാഹു ആശ്വസിപ്പിച്ച ആയത്താണ് അത്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം, മൻ കാന യർജു ലിഖാ അല്ലാഹ് ഫഇന്ന അജല അല്ലാഹി ലആത്. മനസ്സിലായില്ലേ? വല്ലാതെ
ആഗ്രഹിക്കുന്നവരോട്, കാണാൻ ആഗ്രഹിക്കുന്നവരോട് ക്ഷമിക്കും, നമുക്ക് കാണാം എന്ന് പറയുന്ന വാക്കാണത്. മൻ കാന യർജു ലിഖാ അല്ലാഹ്, ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹു പറയുന്നു ഫഇന്ന അജലല്ലാഹി ലആത്, അള്ളാഹു നിശ്ചയിച്ച അവധി അത് വരുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ആ ആഗ്രഹം നമുക്ക് ഉണ്ടാകണം. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സംസാരം കേട്ടപ്പോൾ എന്തു ചോദിക്കാൻ? റബ്ബി അരിനി അൻദുർ ഇലൈക്ക്, എൻ്റെ റബ്ബേ അരിനി, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരും. അൻദുർ ഇലൈക്ക്, ഞാൻ നിന്നെ ഒന്ന് നോക്കട്ടെ. അള്ളാഹുവിൻ്റെ സംസാരം കേട്ടപ്പോൾ മൂസ അലൈഹിസ്സലാമിന് ആഗ്രഹം തോന്നിയെന്നാണ്. റബ്ബി, എൻ്റെ റബ്ബ് അരിനി, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ. അൻദുർ ഇലൈക്ക്, ഞാൻ നിന്നെ നോക്കട്ടെ. സഹാബത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, എന്താണ് ചോദിക്കാൻ? ഹൽ നറാ റബ്ബന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ കാണുമോ? റബ്ബിനെ കാണാൻ കഴിയുമോ? സഹാബത്തിന്റെ ചോദ്യം നോക്കൂ നിങ്ങൾ, ആഗ്രഹത്തിന്റെ ചോദ്യമാണ്. ഹൽ നറാ റബ്ബന യൗമൽ ഖിയാമ, ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ നാളെ പരലോകത്ത് കാണുമോ? അതുകൊണ്ട് ഈ ആഗ്രഹം സഹോദരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ആഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുക എന്നതാണ്. ഒന്ന്, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്. റബ്ബിനെ കുറിച്ച് അറിഞ്ഞാലാണ് അള്ളാഹുവിനോട് മഹബ്ബത്ത് ഉണ്ടാകുക. ഈ രണ്ടുമാണ് ഒരാളെ എന്തിലേക്ക് നയിക്കുന്നത്? ഈ അടങ്ങാത്ത ആഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. ഇതില്ല എങ്കിൽ ആരെ പോലെ നമ്മളായി പോകും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറദൂ ബിൽ ഹയാത്തിദ് ദുനിയ വത്മഅന്നു ബിഹാ, ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. നമ്മെ കാണാൻ ആഗ്രഹിക്കാത്തവർ, വറദൂ ബിൽ ഹയാത്ത്, ദുനിയാവിൽ തൃപ്തിപ്പെട്ടവർ, ദുനിയാവ് മതി, ഈ ലോകം മതി. നോക്കൂ നിങ്ങൾ, ഈ ലോകത്തിന് മുൻതൂക്കം കൊടുക്കുന്നവർ യഥാർത്ഥത്തിൽ അവൻ അറിഞ്ഞോ അറിയാതെയോ അവൻ പിന്നിലേക്ക് വെക്കുന്നത് ഏതിനെയാണ്? അള്ളാഹുവിനെ കാണുക എന്നതിന്. അതുകൊണ്ടാണ് സലഫുകൾ പലരും, അവരിൽ പലരും മരണവേളയിൽ മരണത്തെക്കുറിച്ച് ഓർത്ത് ഈ ഒരു വിഷയം കൊണ്ട് സന്തോഷിച്ചിട്ടുണ്ട് എന്നാണ്. അള്ളാഹുവിനെ കാണാനാണല്ലോ പോകുന്നത് എന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹ് വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹ്. അള്ളാഹു ഒരുവനെ, റബ്ബിനെ കാണാൻ ആര് ആഗ്രഹിച്ചുവോ അള്ളാഹു അവനെ കാണാൻ ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെട്ടവനെ കാണാൻ അള്ളാഹുവും ഇഷ്ടപ്പെടും. വമൻ കരിഹ ലിഖാ അല്ലാഹ്, അള്ളാഹുവിനെ കാണുന്നത് വെറുത്തവനെ കാണുന്നത് അള്ളാഹുവും വെറുക്കും. സഹാബത്ത് ചോദിച്ചു, നബിയെ, മരണത്തെ ഞങ്ങളെല്ലാം വെറുക്കുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേക്കുറിച്ചല്ല, മരണത്തെക്കുറിച്ച് പേടി തോന്നുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു മുഅ്മിൻ മരണസമയമെത്തിയാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. അവൻ ആ സമയത്ത് അവൻ റബ്ബിനെ കാണാൻ ഇഷ്ടപ്പെടും, അള്ളാഹു അവനെ കാണുന്നതും ഇഷ്ടപ്പെടും. അങ്ങനെ അല്ലാതെ ജീവിച്ചവൻ, അവൻ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള അത് നിനക്ക് ലഭിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് അവൻ കേൾക്കേണ്ടി വരിക. അപ്പോൾ അവൻ അള്ളാഹുവിനെ കാണുന്നത് വെറുക്കും, അള്ളാഹു അവനെ കാണുന്നതും വെറുക്കും. അതുകൊണ്ട് സഹോദര, ഇതാണ് മീസാൻ, ഇതാണ് അളവുകോൽ. എത്രമാത്രം നിന്റെ മനസ്സിൽ റബ്ബിനെ കാണാനുള്ള ആഗ്രഹമുണ്ടോ അത് അളവുകോലാണ്. നമ്മുടെ ഈമാൻ എത്രമാത്രമുണ്ട് എന്നത് അളക്കാനുള്ള അളവുകോലുകളിൽ ഒന്നാണ്. ഇത് നമ്മുടെ ലക്ഷ്യമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ജീവിച്ചൊരുവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടല്ലാതെ അവൻ ജീവിക്കുക. അവൻ ജീവിക്കുന്നതന്നെ എന്തിനാണ്? റബ്ബിനെ കാണാനാണ്. അങ്ങനെയുള്ളവൻ എങ്ങനെയാണ് അള്ളാഹു തൃപ്തിപ്പെടാത്ത, അവനിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവൻ ചെയ്യുക? അള്ളാഹു വെറുക്കുന്ന വാക്കുകൾ, അള്ളാഹു വെറുക്കുന്ന പ്രവർത്തികൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്യുമോ? റിയാഓ സുംഅത്തോ ശിർക്കോ എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക? നോക്കൂ, മുശ്രിക്കുകൾ ആരാണ് അവർ കാണാൻ, അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ കാണാൻ ആഗ്രഹിച്ചു? എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവർ വിളിച്ചു തേടുക? അള്ളാഹു അല്ലാത്തവരെ അവലംബം അർപ്പിക്കുക, അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷകൾ അർപ്പിക്കുക, അള്ളാഹു അല്ലാത്തവരോട് തേടുക. അല്ല, മുവഹിദുകൾ അവൻ്റെ തൗഹീദിൻ്റെ ഭാഗമാണ്. അവൻ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക. എന്തുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടിയാണ്. അവൻ ജീവിക്കുന്നത് അള്ളാഹുവിനെ കാണാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, റബ്ബിനെ കാണുക എന്ന ഈ വിഷയത്തിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കാനുള്ള ചില അഖീദയിലെ പാഠങ്ങളുണ്ട്. അതിലൊന്നാണ്, അള്ളാഹുവിനെ നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ അവനെ നോക്കുന്നത്
കാണുന്നത് നമ്മളാണ്, സംശയമില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് അവിടെ ഉണ്ട്, അത് നമ്മൾ അതിൻ്റെ കൂടെ വിശ്വസിക്കണം. എന്താണ് തജല്ലി? തജല്ലി തജല്ലി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക. അള്ളാഹു അവനെ നമുക്ക് കാണിച്ചു തരും, അപ്പോഴാണ് നമ്മൾ അവനെ കാണുക. ഖുർആനിൽ അള്ളാഹു ഫലമ്മ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക. അള്ളാഹു ആ പർവ്വതത്തിന് അവനെ കാണിച്ചു കൊടുത്തപ്പോൾ, അവൻ അതിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ പർവ്വതം തകർന്നുപോയി. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആലയെ കാണും എന്ന നമ്മുടെ ഈ വിശ്വാസത്തിൽ അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്താണ്? അള്ളാഹുവിൻ്റെ തജല്ലി, അവൻ പ്രത്യക്ഷപ്പെടും എന്ന്. അതുപോലെ അള്ളാഹു അവൻ്റെ പടപ്പുകളെ കാണുന്നവനാണ്. അതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീൻ പടപ്പുകൾക്ക് കാണാൻ സാധിക്കുന്നവനാണ്. അള്ളാഹു പടപ്പുകളുടെ ശബ്ദം കേൾക്കുന്നവനാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ സംസാരം അത് പടപ്പുകൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ അവർക്ക് കാണിച്ചു കൊടുക്കും. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവൻ്റെ സംസാരം അവർക്ക് കേൾപ്പിച്ചു കൊടുക്കും. ഇത് നമ്മുടെ വിശ്വാസമാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ നമ്മൾ എവിടെ വെച്ചാണ് കാണുക എന്നത്. എവിടെ വെച്ചാണ് മുഅ്മിനുകൾ അള്ളാഹുവിനെ കാണുക? ദുനിയാവിലല്ല. ദുനിയാവിൽ അള്ളാഹുവിനെ നമ്മൾ കാണുകയില്ല. എന്തുകൊണ്ട്? ദുനിയാവിൽ അള്ളാഹുവിനെ പടപ്പുകൾ കാണുക എന്നത് റബ്ബിനെ പോലെ മറ്റൊരു ഇലാഹു ഉണ്ടാവുക എന്നതുപോലെ തീർത്തും അസംഭവ്യമായ കാര്യമായതുകൊണ്ടല്ല. ശ്രദ്ധിക്കണം, ആ കാര്യം ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹു പറയും ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹു ഉണ്ടായിരുന്നുവെങ്കിൽ ആകാശങ്ങളും ഭൂമിയും തകർന്നു പോയാൽ. ആ അള്ളാഹുവോടൊപ്പം ഒരു ഇലാഹു ഉണ്ടാവുക എന്ന കാര്യം എന്താണത്? മുസ്തഹീൽ, തീർത്തും അസംഭവ്യം. ഒരു നിലക്കും അത് സംഭവ്യമേ അല്ല. അതുപോലെ അല്ല ദുനിയാവിൽ അള്ളാഹുവിനെ കാണുക എന്ന. ദുനിയാവിൽ അള്ളാഹുവിനെ നമുക്ക് കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടു നിൽക്കാനുള്ള ശേഷി നമുക്കില്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിനെ കണ്ടു നിൽക്കാനുള്ള ശേഷി നമുക്ക് ഇല്ല. അതുകൊണ്ടാണ് ബലിഷ്ഠമായ ഈ പർവ്വതം അവനെ കാണിച്ചു കൊടുത്തപ്പോൾ എന്തായി പോയത്? ജഅലഹു ദക്ക, തകർന്നു പോയത്. പൊട്ടിയായി അത് തകർന്നു പോയി. പർവ്വതം എന്ന് പറഞ്ഞാൽ അത് ബലത്തിനും ശക്തിക്കുമൊക്കെ ഉദാഹരണമായി പറയും. അത് തകർന്നു പോകണമെങ്കിൽ എന്തായിരിക്കും? എന്നാൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹു മുഅ്മിനുകൾക്ക് അവനെ കണ്ടു നിൽക്കാനുള്ള ശേഷി നൽകും. കാരണം അത് ബഖാഇന്റെ, നിലനിൽപ്പിന്റെ, ശാശ്വത ജീവിതത്തിന്റെ ലോകമാണ് സ്വർഗം. അവിടെ അള്ളാഹു മുഅ്മിനുകൾക്ക് അവനെ കാണാനുള്ള ഖുവ്വത്ത് നൽകും, ശേഷി നൽകും. അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കും. ദുനിയാവിൽ ആകട്ടെ നമ്മൾ അവനെ കാണുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാം. തഅല്ലമു, പഠിച്ചുകൊള്ളുക, അറിഞ്ഞുകൊള്ളുക. അന്നഹു ലൻ യറാ അഹദും മിൻകും റബ്ബഹു അസ്സ വജല്ല ഹത്താ യമൂത്ത്. നിങ്ങളിൽ ഒരാളും തന്നെ മരിക്കുന്നതിന് മുൻപ് തൻ്റെ റബ്ബിനെ കാണുകയില്ല. മരിച്ചാലല്ലാതെ നിങ്ങളിൽ ഒരാളും റബ്ബിനെ കാണുകയില്ല എന്ന് പഠിച്ചുകൊള്ളൂ, അറിഞ്ഞുകൊള്ളൂ. ആര് പറയുകയാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ദുനിയാവിൽ അവനെ കണ്ടു നിൽക്കാനുള്ള ശേഷി നമുക്ക് ഇല്ല. അത് അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹു ഉണ്ടാവുക പോലെയുള്ള കാര്യമല്ല. അള്ളാഹുവിന് ഒരിക്കലും യോജിക്കാത്ത കാര്യം അല്ല. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം ചോദിച്ചത് ദുനിയാവിൽ. മനസ്സിലായില്ലേ? മൂസ അലൈഹിസ്സലാം, റബ്ബേ നീ ഭക്ഷണം ഒന്ന് കഴിക്കണം എന്ന് മൂസ അലൈഹിസ്സലാം റബ്ബിനോട് ചോദിക്കുമോ? ഒരിക്കലും ചോദിക്കില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണ്. അവൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു യുത്ഇമൂൻ വഹുവ യുത്ഇമു വലാ യുത്അം. മറ്റൊരു ഖിറാഅത്ത് പ്രകാരം വഹുവ യുത്ഇമു വലാ യത്അം. അവനാണ് ഭക്ഷണം നൽകുന്നവൻ. അവൻ ആരും ഭക്ഷണം നൽകേണ്ടതില്ല. അവൻ ഭക്ഷണം കാരണം ഭക്ഷണം എന്നത്, അതിനോടുള്ള ആവശ്യം എന്നത് ഒരാളുടെ ന്യൂനതയെ, കുറവിനെ സൂചിപ്പിക്കുന്നതാണ്. ഭക്ഷണം നമുക്ക് ആവശ്യമുണ്ട്, അതിനെ ആശ്രയിച്ച് നമ്മൾ കഴിയുന്നു. അള്ളാഹുവിന് ഒന്നിൻ്റെയും ആശ്രയം ആവശ്യമില്ല. അങ്ങനെയുള്ളൊരു കാര്യമല്ല അള്ളാഹു കാണിച്ചു കൊടുക്കുക എന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മൂസ അലൈഹിസ്സലാം ചോദിച്ചത്. അള്ളാഹുവിനോട് ഒരിക്കലും അള്ളാഹുവിന് യോജിക്കാത്തൊരു കാര്യം അല്ലാതെ. എന്നാൽ ദുനിയാവിൽ അത് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് അവനെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട്
റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണുക സാധ്യമല്ല. പടപ്പുകൾക്ക് അതിനുള്ള ശേഷിയില്ല. ഇവിടെ നോക്കൂ നിങ്ങൾ, രണ്ട് അള്ളാഹുവിനെ കാണുക എന്ന വിഷയത്തിൽ പരലോകത്ത് അവനെ കാണും, ദുനിയാവിൽ അവനെ കാണുകയില്ല. ഈ മസലയിൽ രണ്ട് പ്രധാനപ്പെട്ട പിഴച്ച വാദങ്ങൾ നമുക്ക് ഈ ലോകത്തുണ്ടെന്ന് കാണാം, ആളുകൾക്കിടയിൽ ഉണ്ടെന്ന് കാണാം. ഒന്ന്, ദുനിയാവിലും പരലോകത്തിലും അള്ളാഹുവിനെ കാണുമെന്ന തെറ്റായ വാദമാണ്. ഇതാണ് സൂഫികൾ പലരും പറഞ്ഞിട്ടുള്ളത്. സൂഫികൾക്ക്, അവരിൽപ്പെട്ടവർക്ക് വാദമുണ്ട്, ദുനിയാവിൽ അള്ളാഹുവിനെ കാണുമെന്ന്. എന്ന് മാത്രമല്ല, വൽഇയാദു ബില്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ ഇരിക്കുക, അള്ളാഹു അവരുടെ സദസ്സുകളിൽ പങ്കെടുക്കുക, അള്ളാഹു അവരോട്, ആളുകൾ അവരുടെ കൂടെ ഇരുന്ന് രാത്രിയും മറ്റും ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുന്നത് പോലെ റബ്ബ് അവരുടെ സദസ്സിൽ വന്നിരിക്കുന്നു എന്നതുപോലെയുള്ള കൊടിയ കുഫറിൻ്റെ വാക്കുകൾ, ഇസ്ലാമിൽ നിരക്കാത്ത വാദഗതികൾ സൂഫികളിൽ പലർക്കും ഉണ്ട്. ദുനിയാവിലും അള്ളാഹുവിനെ കാണുമെന്ന വാദം തെറ്റാണ്, പിഴച്ച വാദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ വാക്കാണ് നിങ്ങൾ കേട്ടത്. നിങ്ങൾ പഠിക്കുക, നിങ്ങളിൽ ഒരാളും മരിച്ചാലല്ലാതെ അള്ളാഹുവിനെ കാണുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സത്യം. ഈ ആളുകൾ പറയുന്നത് കളവാണ്. രണ്ടാമത്തെ പിഴച്ച വാദം അത് മുഅ്തസിലത്തിൻ്റെ വാദമാണ്. എന്താണത്? ദുനിയാവിൽ അള്ളാഹുവിനെ കാണുകയില്ല, അതുപോലെ പരലോകത്തും അള്ളാഹുവിനെ കാണുകയില്ല എന്നത്. പരലോകത്തും അള്ളാഹുവിനെ കാണുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആ ഖൗമിൻ്റെ ഈമാനിന്, അവരുടെ ഖൽബിന് ഈമാനിൻ്റെ പിന്നെന്ത് നനവാണുള്ളത്? എന്തിനാണ് അവൻ ജീവിക്കുന്നത്? അള്ളാഹുവിനെ കാണുകയില്ല എന്നാണ് അവൻ്റെ വിശ്വാസമെങ്കിൽ. അതാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞൊരു കഥ നമുക്ക് കാണാം. ഈ വാദവുമായി അതിനുവേണ്ടി സംസാരിക്കുന്ന ഒരുവൻ എന്നാൽ അഹ്ലുസുന്നത്തിൽപ്പെട്ട വേറെ ഒരാളുമായി ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുക, ആളുകളും അവിടെ ഉണ്ട്. സംസാരിച്ചൊടുവിൽ ഇയാൾ പറഞ്ഞു, എന്ത്? ഈ നേരായ വിശ്വാസമുള്ള ആൾ പറഞ്ഞു, ശരി എങ്കിൽ ഞാനിതാ ദുആ ചെയ്യുക, അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം നീ നിന്നെ പരലോകത്ത് കാണിച്ചു തരണം. ഇത് അയാൾക്ക് നീ നിന്നെ കാണിച്ചു കൊടുക്കരുത്. അപ്പോൾ അയാൾ പറയും, അങ്ങനെ ദുആ ചെയ്യും. ജനങ്ങളോട് കാമ്യം പറയാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, അങ്ങനെ പറയരുത്. പറഞ്ഞു, നിനക്കെന്ത് പ്രശ്നം? നീ അള്ളാഹുവിനെ കാണുമെന്ന് വിശ്വസിക്കുന്നവനല്ല. അതുപോലെ നോക്കൂ, ഇന്നും ഇബാദികൾ അള്ളാഹുവിനെ കാണുക എന്ന് നിഷേധിക്കുന്നവരാണ്. നമ്മളൊരു സുഹൃത്ത് പറഞ്ഞ കഥയുണ്ട്. ഈ ആളുകളിൽ ഒരാൾ, അവരുടെ മസ്ജിദിൽ ഉള്ള ഒരാൾ ഇദ്ദേഹത്തെ ഫജ്റിന് എപ്പോഴും ബാക്കിയുള്ള നിസ്കാരങ്ങൾക്കുമൊക്കെ വളരെ നേരത്തെ ജമാഅത്തിന് എത്തുന്നതായി കണ്ടു. അപ്പോൾ അവരുടെ മസ്ജിദിൽ ഇമാമത്ത് നിൽക്കുന്ന ഒരാൾ ഇദ്ദേഹത്തെ, ഈ മലയാളിയായ സുഹൃത്തിനെ, അതിൻ്റെ പേരിൽ പുകഴ്ത്തി. എന്ത്? ഇങ്ങനെയാണ് വേണ്ടത്, നിന്നെ പോലാണ് വേണ്ടത്, നിസ്കാരത്തിനൊക്കെ വളരെ നേരത്തെ എത്തി മസ്ജിദിലേക്ക് വരണം. അപ്പം ഇദ്ദേഹം വളരെ കാലമായി ആ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരനായ ഒരാളാണ്, പണ്ഡിതനോ മറ്റല്ലോ, പക്ഷേ സാധാരണക്കാരായ, അത്യാവശ്യം തീരെ ചെറുപ്പക്കാരല്ല, കുറേ കാലമായി അറബ് നാട്ടിലുള്ള ആളാണ്. ഈമാനിലും സുന്നത്തിലുമൊക്കെ ഒരു മനുഷ്യൻ കുറേ കാലം ജീവിച്ചാൽ അയാൾക്ക് അള്ളാഹു ചില ഹിക്മത്തുകൾ നൽകും, നല്ല ചില വാക്ക് പറയാനുള്ള തൗഫീഖ് കൊടുക്കും. അയാൾ ഉടനടി തന്നെ പുകഴ്ത്തിയ ഈ ഇബാദികളുടെ കൂട്ടത്തിലുള്ള ഇമാമിനോട് പറഞ്ഞു, പക്ഷേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നാളെ പരലോകത്ത് റബ്ബിനെ കാണാൻ വേണ്ടിയാണ്, നിങ്ങളതില്ല എന്നല്ലേ പറയുന്നത് എന്ന് ഇയാളോട് തിരിച്ചു പറഞ്ഞു. ഈ സുഹൃത്ത് പറഞ്ഞു, ഇയാളുടെ മുഖമാകെ വിളറി വെളുത്ത് ഒരു മറുപടിയില്ലാത്ത രൂപത്തിലായി. ഞാൻ പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, ആ വിശ്വാസം ഒരുവനില്ല എങ്കിൽ എന്തിനാണോ അവൻ ജീവിക്കുന്നത്? എന്തായിരിക്കും അവരുടെ ഈമാനിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്? അതുകൊണ്ട് അതിനെ നിഷേധിച്ചവർ മുഅ്തസിലത്ത് അതിനെ നിഷേധിക്കുന്നവരാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പണ്ഡിതന്മാരെ, ഇമാം അഹ്മദിനെ പോലെ ഉള്ളവരെ ദ്രോഹിച്ച ഖലീഫമാരിൽ ഒരാൾ, അഹ്ലുസുന്നത്ത് ഇമാമിങ്ങളെ തൻ്റെ വാളുകൊണ്ട് വെട്ടിക്കൊന്ന ഇമാം, ഈ ഭരണാധികാരി ആ ഇമാമിനോട് ചോദിക്കുകയുണ്ടായി, എന്ത് അള്ളാഹുവിനെ കാണുമോ? അവർ അള്ളാഹുവിനെ കാണും. ഉടനെ അവരുടെ പിഴച്ച ചില വാദങ്ങളും ചോദ്യങ്ങളും, അവരുടെ പിഴച്ച ചോദ്യങ്ങളും, എങ്ങനെ
അവനെ കാണുമ്പോൾ അവൻ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുമോ, അങ്ങനെ ആവുമോ, ഇങ്ങനെയുള്ള പിഴച്ച ചോദ്യങ്ങൾ, ഈ രൂപത്തിലുള്ള എന്തിനാണ് അള്ളാഹുവിനെ കുറിച്ച് ഇവൻ ഇങ്ങനെ ചിന്തിക്കുന്നത്? കാണുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് ഒതുങ്ങി കാണണമെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ വല്ല വസ്തുവിൻ്റെയും പരിധിക്കുള്ളിലാകും. ഇതുപോലെയുള്ള പിഴച്ച വാദങ്ങൾ അവർ പറയുകയാണ്. കാരണം അവൻ അള്ളാഹുവിനെ കാണുക എന്നതിനെ പടപ്പുകളെ കാണുന്നത് പോലെയാണ് ചിന്തിച്ചിട്ട്. അല്ല, പടപ്പുകളുടെ കാഴ്ച പോലും അവൻ യഥാർത്ഥത്തിൽ പഠിച്ചിട്ടില്ല. പടപ്പുകളെ കാണുക എന്നതുപോലെ അവൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. യാ സുബ്ഹാനല്ലാഹ്, സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കടൽ കണ്ടിട്ടില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, കടൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? അത് മുഴുവൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ ഭംഗിക്ക് മുന്നിൽ, അതിൻ്റെ മനോഹാരിതയ്ക്ക് മുന്നിൽ, അതിൻ്റെ ഗാംഭീര്യത്തിന് മുന്നിൽ അന്താളിച്ച് നിൽക്കുകയല്ല നമുക്ക് ഒന്നും സാധ്യമല്ല. ഇത് അല്ലാഹുവിൻ്റെ ഒരു പടപ്പാണത്, ഒരു കേവല സൃഷ്ടിയാണ്. എന്തായിരിക്കും റബ്ബിനെ കാണുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ? പടപ്പുകളെ തന്നെ എല്ലാത്തിൻ്റെയും കാഴ്ച ഒരുപോലെയല്ല. ചില കാഴ്ചകൾ നമ്മെ അന്താളിപ്പിച്ച് കളയും. എങ്കിലും റബ്ബിനെ കാണുക എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? അതുകൊണ്ട് ഇത്തരത്തിലുള്ള പിഴച്ച വാദങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. മുഅ്മിനുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാളെ പരലോകത്ത് കാണുന്നതാണ്. നമ്മുടെ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുഅ്മിനുകൾ അല്ലാഹുവിനെ കാണുന്നത് എങ്ങനെയാണ്. അവർ റബ്ബിനെ കാണുക അവരുടെ ഈ മുഖത്തുള്ള കണ്ണുകൾ കൊണ്ടാണ് കാണുക. മുഖത്തുള്ള കണ്ണുകൾ കൊണ്ടാണ്. കാരണം അങ്ങനെ ചില പിഴച്ചവാദങ്ങളുണ്ട്. കാണുക എന്ന് പറഞ്ഞാൽ അത് മനസ്സുകൊണ്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വ്യാഖ്യാനമാണ് അതൊക്കെ, പിഴച്ച വ്യാഖ്യാനങ്ങൾ. ശരി, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് അതെങ്കിൽ അതെങ്ങനെ സ്വർഗത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാകും? ദുനിയാവിൽ തന്നെ മുഅ്മിൻ അള്ളാഹിനെ അറിയില്ലേ? അവൻ്റെ ഖൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്ത് ഇതിനോളം വലിയ അനുഗ്രഹം അവന് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമല്ല. അള്ളാഹു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. എന്താണ് ഇവരുടെ വാദപ്രകാരം കൊടുത്തത്? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ഖൽബിൽ കൊടുത്തു. അതില്ലാതാണോ സ്വർഗത്തിലെത്തിയത്? അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞിട്ടാണോ സ്വർഗത്തിലെത്തിയത്? അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തവരെങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും? മുഅ്മിനുകൾ പറയുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള അഹ്ലുസുന്നത്ത് പറയുന്ന മുഅ്മിനുകൾ അള്ളാഹുവിനെ കാണുന്ന കാഴ്ച എന്നാൽ അവരുടെ കണ്ണുകൾ കൊണ്ട്, മുഖത്തുള്ള കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ചയാണ്. വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ, വുജൂഹുൻ ചില മുഖങ്ങൾ, യൗമഇദിൻ അന്നേ ദിവസം, നാദിറ പ്രസന്നമായ മുഖങ്ങളായിരിക്കും, ഇലാ റബ്ബിഹ ആ മുഖങ്ങൾ അവയുടെ റബ്ബിലേക്ക്, നാദിറ നോക്കിക്കൊണ്ടിരിക്കും. നോക്കൂ നിങ്ങൾ, ആ മുഖങ്ങളിലേക്കാണ് അള്ളാഹു അതിനെ ചേർത്തി പറഞ്ഞിട്ടുള്ളത്. ഏതെന്ന് പറയാം, ഈ മുഖത്തെ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ നോക്കിക്കാണും എന്നാണ് അതിൻ്റെ അർത്ഥം. ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും സതറൗന റബ്ബകും ഇയാനൻ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ എങ്ങനെ കാണും? കണ്ണുകൾ കൊണ്ട് കാണും. മനസ്സിൽ അള്ളാഹുവിനെ അറിയലോ ഒന്നും മറ്റുമല്ല. അതെല്ലാം തെറ്റായ പിഴച്ച വ്യാഖ്യാനങ്ങളാണ്. അതെല്ലാം തെറ്റായ പിഴച്ച വ്യാഖ്യാനങ്ങളാണ്. അള്ളാഹുവിനെ നാം കാണുമെന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ കാഴ്ച എന്നാൽ അത് റുഅ്യത്തു നഈം, സുഖാനുഭവത്തിൻ്റെ കാഴ്ചയാണ്. ഇത് കേവല കാഴ്ചയല്ല, മറിച്ച് അത് സുഖമനുഭവിക്കുന്ന കാഴ്ചയാണ്. ചില പിഴച്ച കക്ഷികൾ അതിനെ നിഷേധിച്ചിട്ടുണ്ട്. അതിനെ നിഷേധിച്ച കക്ഷികളുണ്ട്. എന്ത്? അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സുഖമുണ്ട് എന്നൊന്നും പറയാൻ സാധ്യം. അള്ളാഹുവിൻ്റെ മഹബ്ബത്തിനെ നിഷേധിച്ച കക്ഷികളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതിന്, അള്ളാഹു തിരിച്ചു സ്നേഹിക്കുക എന്നതിനെ നിഷേധിച്ച കക്ഷികളുണ്ട്. അതല്ലേ ജഅദ് ബിൻ ദിർഹം, ജഹ്മ ബിൻ സഫാന്റെ അവൻ്റെ ആദർശ പിതാവ് ജഅദ് ബിൻ ദിർഹം, അവൻ പറഞ്ഞത് എന്താണ്? അവനെ ഖാലിദ് അൽ ഖസ്രി എന്ന മുസ്ലിം ഭരണാധികാരി വധശിക്ഷ നടപ്പിലാക്കി. ഉദ്ഹിയ്യത്തിൻ്റെ ബലിപെരുന്നാളിൻ്റെ അന്ന് മുസ്ലിമീങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ അവനെ അറുത്തിട്ട് ഖാലിദ് അൽ ഖസ്രി അവനുള്ള വധശിക്ഷ നടപ്പിലാക്കിയതാണ്. അദ്ദേഹം മെമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ മുസ്ലിമീങ്ങൾ ഉദ്ഹിയ്യത്ത് അറുത്തോളൂ, ഞാൻ ജഅദ് ബിൻ ദിർഹമിനെ അറുക്കാൻ പോവാണ് എന്ന് പറഞ്ഞതാണ്. ജസാഹുല്ലാഹു ഖൈറൻ.
അദ്ദേഹം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വലിയ ഖൈറാണ്. ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം നടപ്പിലാക്കേണ്ട ശിക്ഷയാണ് നടപ്പിലാക്കിയത്. അദ്ദേഹം പറഞ്ഞത് കാണാം, ഇവൻ വാദിക്കുന്നു എന്ത്? ഇന്നല്ലാഹ ലം യുകല്ലിം മൂസ തക്ലീമൻ വലം യത്തഖിദ് ഇബ്രാഹിമ ഖലീലൻ. ഇവൻ വാദിക്കുന്നു അള്ളാഹു മൂസാ നബിയോട് സംസാരിച്ചിട്ടില്ല, ഇബ്രാഹിം നബിയെ ഖലീലായി സ്വീകരിച്ചിട്ടില്ല. ഈ സിഫത്തുകളൊക്കെ നിഷേധിക്കണം. സ്നേഹിച്ചിട്ടില്ലാത്ത, ഇങ്ങോട്ട് സ്നേഹിക്കാത്ത, അങ്ങോട്ട് സ്നേഹിക്കാൻ സാധിക്കാത്ത, ഇങ്ങോട്ട് സംസാരിക്കാത്ത, നാളെ കാണാൻ സാധിക്കാത്ത റബ്ബിൽ വിശ്വസിക്കുന്നവർ. എന്ത് ഈമാനാണ് ഇതെല്ലാം! പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ എല്ലാം വകഭേദങ്ങൾ ഇന്നും ആളുകൾക്കിടയിലുണ്ട്. ഇത് അശാരികൾ അള്ളാഹുവിനെ കാണുന്നതിന് നിഷേധിക്കാൻ സാധിക്കുമോ? നിഷേധിക്കാൻ സാധിക്കില്ല. പക്ഷെ അശാരികളുടെ വാദം എന്താണ്? അള്ളാഹുവിനെ കാണും, പക്ഷേ ഒരു ദിശയിലേക്കുമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അവരുടെ പിഴച്ചവാദങ്ങൾ അള്ളാഹു മുകളിലുള്ളവനാണെന്ന് പറയാൻ പാടില്ല, അള്ളാഹു മുകളിലുള്ളവനാണ് എന്ന് പറയാൻ പാടില്ല. കാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ, കാഴ്ച എന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് നമ്മൾ ചെയ്യുന്നതാണ്, നമ്മളാണ് നോക്കി കാണുന്നത്. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവനെ കാണുക, പടപ്പുകളാണ് കാണുക. അള്ളാഹുവിന്റെ സിഫത്ത് എന്താണ്? അവനെ കാണിച്ചു കൊടുക്കുക എന്നതാണ്. പടപ്പുകൾ ഒരു ഭാഗത്തേക്ക് നോക്കിയില്ല എങ്കിൽ പിന്നെ എങ്ങനെ കാണും? ഏതെങ്കിലും ഒരു ഭാഗത്ത് നോക്കിയിട്ടേ പടപ്പ് കാണുള്ളൂ, അല്ലാതെ ഒരു കാഴ്ചയില്ല. അല്ലാതെ ഒരു കാഴ്ച എന്ന സംഗതിയേ ഇല്ല. പക്ഷെ ഈ ഖൗമിന് ഇത് എടുക്കും വേണം, എന്നാൽ അത് ഒട്ട് വിടാനും പറ്റൂല എന്ന് പറഞ്ഞ പോലെ അള്ളാഹു മുകളിലാണെന്ന് പറയാനും കഴിയൂല, എന്നാൽ അള്ളാഹുവിനെ കാണുന്ന അംഗീകരിക്കും വേണം. അപ്പോൾ പുതിയൊന്ന് എന്ത്? ഒരു ദിശയിലേക്ക്. അവരിൽപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ആളുകളുടെ മുന്നിൽ പറയാൻ കഴിയൂല എന്നാൽ നമ്മുടെ വാദം ഇതുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 രാവിലെ ചന്ദ്രനെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. അത് കാണിച്ച് ഇതുപോലെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞാൽ അത്ര തെളിഞ്ഞു കാണും. ചന്ദ്രൻ അള്ളാഹുവിനോട് ഉപമിച്ചതല്ല, മറിച്ച് കാഴ്ചയോട് ഉപമിച്ചതാണ്. അത്ര തെളിഞ്ഞു കാണും, അത്ര ഭംഗിയിൽ കാണും, തിരക്ക് കൂട്ടേണ്ടതില്ലാത്ത രൂപത്തിൽ വ്യക്തമായി കാണും. അതുപോലെ അള്ളാഹുവിനെ കാണുക എങ്ങനെയാണ്? മുകളിലായിക്കൊണ്ടാണ്. അള്ളാഹുവിനെ കാണുമ്പോൾ അവൻ്റെ പടപ്പുകൾക്ക് മുകളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനെ, ചന്ദ്രനെ കാണുന്ന കാഴ്ചയോടാണ് ആ കാഴ്ച ഉപമിച്ചിട്ടുള്ളത്. എങ്ങോട്ട് നോക്കിയിട്ടാണ് സൂര്യനെ കാണുന്നത്? എങ്ങോട്ട് നോക്കിയിട്ടാണ് ചന്ദ്രനെ കാണുന്നത്? മുകളിലേക്ക് നോക്കിയിട്ടാണ് കാണുന്നത്. നോക്കൂ നിങ്ങൾ, ഇതുപോലുള്ള ഇതിനെതിരായി മറ്റുള്ളവർ പഠിപ്പിക്കുന്ന തെറ്റായ വിശ്വാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുക, അത് പഠിക്കുക, അതിലായി ജീവിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഈ മസലയുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. വല്ലാഹു തആല അഅലം. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا نسألك لذة النظر إلى وجهك والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.